തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ബി.ജെ.പി. പൊട്ടിത്തെറിയിലേക്ക്. ഒരു വിഭാഗം നേതാക്കളുടെ മുന്നറിയിപ്പ് അവഗണിച്ചു എം.ആർ. ഗോപൻ ഉൾപ്പെടെയുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയ നടപടിയിൽ അമർഷം പുകയുകയാണ്. ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥിയാക്കുന്ന നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് വിമത സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള നീക്കത്തിലാണ് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരുമുള്ളത്. അപ്പോൾ എന്താണ് തിരുവനന്തപുരം ബി.ജെ.പിയിൽ സംഭവിക്കുന്നത് എന്നറിയാൻ മാനസ മനോജ് കൂടെ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. മാനസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. പല വാർഡുകളിലും എം.ആർ. ഗോപന്റെ സ്ഥാനാർത്ഥിത്വം നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് നിയമമടക്കമുള്ള നേമം ഷജീറിനെ അവിടെ കൊണ്ടുവന്നത്. നേമത്ത് കുറച്ചുകൂടെ ഹോൾഡുള്ള വാർഡാണ് ബി.ജെ.പിക്ക്. പക്ഷേ അവിടെ കോൺഗ്രസിന് നേമം ഷജീറിനെ കൊണ്ടുവരാമെങ്കിൽ എം.ആർ. ഗോപനെ ഇപ്പുറത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേമം ഷജീറിൻ്റെയും എം.ആർ. ഗോപന്റെയും സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് നേമം ഷജീറിനെതിരെ പടയൊരുക്കമുണ്ട്. എം.ആർ. ഗോപനെതിരെ ബി.ജെ.പിക്കകത്തും വലിയ പ്രതിഷേധങ്ങളും പരാതികളും ഒക്കെയുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും സ്ഥാനാർത്ഥിത്വം അതൊരു പരസ്പരമുള്ള ധാരണയാണ്, കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള ധാരണയാണ് എന്നൊക്കെ ആരോപിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. അത് തന്നെയാണ് പല വാർഡുകളിലും സംഭവിക്കുന്നത്. കൗൺസിലർമാരായി പല സ്ഥാനാർത്ഥികളും വരുമ്പോൾ പുതുമുഖങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാതിനിധ്യം കൊടുക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇവർക്കെതിരെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഒരു ശാക്തിക ബലാബലം പല മുന്നണികൾക്കും പല പാർട്ടികൾക്കും അവരുടെ ശക്തി പ്രകടനം എന്ന രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ, വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ പല പാർട്ടികളും കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ, അമർഷങ്ങൾ, പരാതികൾ ഏത് രീതിയിലായിരിക്കും ബാധിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ബി.ജെ.പിയിൽ? തീർച്ചയായും വിനിഷ, പ്രധാനമായും കോൺഗ്രസിനകത്തായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അടിയും അതോടൊപ്പം തന്നെ പൊട്ടിത്തെറിയും തർക്കവും ഭിന്നാഭിപ്രായങ്ങളൊക്കെയും ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇപ്പോൾ ബി.ജെ.പിയിലും ഇത് ഒരു സ്ഥിര പല്ലവിയായി എന്നുള്ളതാണ് നമുക്ക് തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉണ്ടായ ഈ ഒരു പൊട്ടിത്തെറിയെ കുറിച്ച് പറയാനുള്ളത്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഭിന്ന അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും നേതാക്കൾ പ്രകടിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെയും തന്നെ നമ്മൾ നൽകിയിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് നല്ല ക്ഷീണത്തിലായിരിക്കും ബി.ജെ.പിക്കും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയാനുള്ളത്. കാരണം പല നേതാക്കളെയും അവഗണിച്ചു. മാത്രമല്ല അഴിമതി നിറഞ്ഞ നേതാക്കൾക്ക് ഇത്തവണയും ഇടം കൊടുത്തു എന്നതടക്കമുള്ള ആരോപണങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ പരാതികൾ തന്നെയാണ് ഉയരുന്നത് എന്നുള്ളതാണ്. ആശാനാഥ്, അതോടൊപ്പം തന്നെ ചെമ്പഴന്തി ഉദയൻ, ഇവരെ കുറിച്ചൊക്കെയുള്ള അഴിമതി ആരോപണങ്ങൾ നേരത്തെ തന്നെ വാർത്തകളായി വന്നതാണ്. അങ്ങനെ ആരോപണങ്ങളിൽ നിൽക്കുന്ന ആളുകളെ ഇത്തവണയും കൗൺസിലർമാരായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോൾ അത് ബാക്കിയുള്ള നേതാക്കളെ അവഗണിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. അതായത് 67 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത്. അതിൽ കൂടുതലും ഇപ്പോഴുള്ള അല്ലെങ്കിൽ നിലവിലുള്ള ആളുകൾക്ക് തന്നെയാണ് പരിഗണന നൽകിയത് എന്നതാണ് മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് നേമത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള പരാതി എന്ന് പറയുന്നത്. നേമം ഷജീറിന് സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിൽ നൽകിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. കാരണം ഷജീറിനെതിരെ നിരവധി ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല ആരോപിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് പാർട്ടിയിൽ നിന്നും നിലവിൽ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിന് സഭയിലേക്ക് വരാൻ ഇടം ഒരുക്കിക്കൊടുത്ത അല്ലെങ്കിൽ പിന്തുണയുമായി കൂടെ നിന്ന ഒരു നേതാവാണ് നേമം ഷജീർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരാളെ ഈ വാർഡിൽ മത്സരിപ്പിക്കാൻ നിൽക്കുമ്പോൾ എത്രത്തോളം വോട്ട് പിടിക്കാനാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യചിഹ്നമായാണ് മുന്നിൽ ഉള്ളത്, നേതൃത്വത്തിന്റെ മുന്നിൽ ഉള്ളത് എന്നത്. അതിനിടെയാണ് ഒരു പരീക്ഷണത്തിന് നേമം ഷജീറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. തീർച്ചയായും നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ നേമം എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് മേൽക്കോയ്മയുള്ള ഒരു വാർഡാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായും ബി.ജെ.പിയും അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എം.ആർ. ഗോപനെ കൂടി അതിലെ പരിഗണിച്ചപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും നിലവിൽ ബി.ജെ.പി കോൺഗ്രസ് ധാരണയുണ്ട് എന്ന മറ്റ് ആളുകളുടെ അല്ലെങ്കിൽ മറ്റ്
നേതൃത്വത്തിന്റെ വിമർശനം കൂടി ശരിവെക്കുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം BDJS ഉന്നയിച്ച പരാതി എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റായിരുന്നു അല്ലെങ്കിൽ 12 വാർഡായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ഒരു സീറ്റ് നൽകിയാണ് അവരെ ആശ്വസിപ്പിച്ചത്. ഇത്തവണ അവർ 11 സീറ്റ് ആവശ്യപ്പെട്ടു. പക്ഷേ ഒരു സീറ്റ് പോലും നൽകിയില്ല എന്നുള്ളതാണ് ഇത്തവണ ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത്. അതോടുകൂടി സ്വതന്ത്രമായി അല്ലെങ്കിൽ വിമതരായി മത്സരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. 20 മണ്ഡലങ്ങളിലാണ് ഇവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് പട്ടിക അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ദിവസമായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളൊക്കെയും തന്നെ ധാരണയാക്കി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളൊക്കെയും തന്നെ വോട്ട് പിടിക്കാനുള്ള ഒരു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ആ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ നേതാക്കളെ അവഗണിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത്തരം മണ്ഡലങ്ങളിലൊക്കെയും തന്നെ നേതൃത്വത്തിന് ഇഷ്ടമുള്ള ആളുകളെ നിൽപ്പിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. തീർച്ചയായും നമുക്ക് അറിയാം, ഈ പുതിയ നേതൃത്വം എന്ന് പറയുന്നത് സുരേഷിൻ്റെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോകുന്നത്. രാജീവ് ചന്ദ്രശേഖർ പേരിന് മാത്രം ഒരു സംസ്ഥാന അധ്യക്ഷനായി തുടരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പോലും അധ്യക്ഷനല്ല മറുപടിയുള്ളത്, മറിച്ച് ജനറൽ സെക്രട്ടറിയായ സുരേഷാണ് മറുപടി നൽകുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷിന് ഇഷ്ടപ്പെട്ട ആളുകളെയൊക്കെയും തന്നെ തിരികെ കയറ്റിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മുതിർന്ന നേതാക്കൾക്കൊക്കെയും തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തി ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അത് പ്രകടമാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വിനിഷ. ശരി മാനസ, ഏതായാലും വലിയ തമ്മിലടിയിലേക്കൊക്കെ പോകുന്നു ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വലിയ പരാതികൾ പല ഭാഗത്തും ഉണ്ടാകുന്നു. പ്രാദേശികമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതിനാൽ പ്രാദേശിക പാർട്ടികൾക്ക് കൂടുതൽ സാന്നിധ്യം, അവർക്ക് കൂടുതൽ റെപ്രസെൻറ്റേഷനൊക്കെ വേണമെന്ന് സ്വാഭാവികമായും അവർ ആവശ്യപ്പെടും. അതിനാൽ തന്നെ അതിലുള്ള ഒരു ചർച്ച സമവായത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ തലവേദനയാണ്. ആ തലവേദനകളിലൂടെയാണ് പല പാർട്ടികളും മുന്നണികളും കടന്നു പോകുന്നത്.